KTU 2019 ട്രിപ്പിൾ ഇ ബ്രാഞ്ചിൻ്റെ 5th സെമിസ്റ്റർ സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് മൊഡ്യൂൾ 4. ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് സർക്കിൾ ഡയഗ്രാം വരയ്ക്കാനുള്ള സ്റ്റെപ്സാണ്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ സർക്കിൾ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചതാണ്. ആ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ലോ റെസിസ്റ്റൻസ്. നമ്മൾ ടോർക്ക് സ്ലിപ്പ് ക്യാര പഠിച്ചപ്പോൾ കണ്ടതായിരുന്നു, റെസിസ്റ്റൻസ് ലോ ആണെങ്കിൽ അവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ലോ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്വിറൽ കേജ് മോട്ടേഴ്സിൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആക്കണം. പക്ഷേ റെസിസ്റ്റൻസ് കൂടിക്കഴിയുമ്പോൾ അവിടെ I²R ലോസ് കൂടുകയും മെഷീൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാം. അതായത് ഹൈ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസും കിട്ടണം, അതുപോലെ മെഷീൻ്റെ എഫിഷ്യൻസി കുറയാനും പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ഇതിൽ രണ്ട് കേജസ് ഉണ്ട്, ഔട്ടർ കേജും ഇന്നർ കേജ്. ഔട്ടർ കേജിൻ്റെ പ്രത്യേകത അത് ഹൈ റെസിസ്റ്റൻസ് ലോ റിയാക്ടൻസും, ഇന്നർ കേജ് ലോ റെസിസ്റ്റൻസ് ഹൈ റിയാക്ടൻസ് ആണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് കറണ്ട് ഔട്ടർ കേജിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് ഹൈ റെസിസ്റ്റൻസ് പാത്ത് ലോ റിയാക്ടൻസ് പാത്ത് രണ്ട് പാത്ത് കാണുമ്പോൾ അത് ലോ റിയാക്ടൻസ് പാത്ത് ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഹൈ റെസിസ്റ്റൻസ് കിട്ടും, I²R ലോസ് കൺസിഡറബിളി കുറവായിരിക്കും. അതിനുശേഷം കറണ്ട് ഇന്നർ കേജിലേക്ക് എത്തുമ്പോൾ അവിടെ വീണ്ടും റെസിസ്റ്റൻസ് കുറഞ്ഞു, അപ്പോൾ കറണ്ട് ലോ റെസിസ്റ്റൻസ് പാത്ത് ചൂസ് ചെയ്യും. സോ നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഹൈ റെസിസ്റ്റൻസ് അറ്റൈൻ ചെയ്യാനും പറ്റും, മെഷീൻ്റെ എഫിഷ്യൻസി കുറയാതെ തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫിഗറും പിന്നെ അതിൻ്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ കേജിൻ്റെയും ഇന്നർ കേജിൻ്റെയും ക്യാര രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡബിൾ കേജിൻ്റെ റിസൾട്ടൻറ്റ് ക്യാര കിട്ടും. നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ് ഇൻഡക്ഷൻ മോട്ടറിൽ, അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടേഴ്സിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ കണ്ടതാണ്, സ്റ്റാർട്ടിങ്ങിൽ സ്ലിപ്പിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ സ്ലിപ്പ് 1 ആയതുകൊണ്ട് തന്നെ ലോഡ് ഇമ്പിഡൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോട്ടേഴ്സിലെ സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യും സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടേഴ്സിൽ. അതിൽ ആദ്യത്തെ ടൈപ്പാണ് പ്രൈമറി റെസിസ്റ്റർ സ്റ്റാർട്ടർ. നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ അറിയാൻ പറ്റും, സ്റ്റേറ്റർ വൈൻഡിങ്സ് നേരെ 3 ഫേസ് സപ്ലൈ ലൈനിലേക്ക് കണക്ട് ചെയ്തതിന് പകരം റിയോസ്റ്റാറ്റ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് വോൾട്ടേജ് റിയോസ്റ്റാറ്റിൽ ഡ്രോപ്പ് ആവും, നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ പ്രൈമറി റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് കറണ്ട് K ടൈംസ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ നമ്മൾ പ്രൈമറി റെസിസ്റ്റേഴ്സിന് പകരം ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് K ടൈംസ് ISC ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ. ഇവിടെ K എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് ഡെൽറ്റയിൽ റൺ ചെയ്യണ മോട്ടേഴ്സിനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ ഒരു 2-way സ്വിച്ച് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ B', A', C' എന്ന് പറഞ്ഞ ടെർമിനൽസ് ആ 2-way സ്വിച്ചിൻ്റെ നടുക്കത്തെ ടെർമിനൽസിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്വിച്ച് താഴ്ത്തേക്കാണ് ഇടുക. അപ്പോൾ B', A', C' താഴ്ത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് മൂന്നും കൂടെ ഷോർട്ട് ആവും, അപ്പോൾ അവിടെ സ്റ്റാർ കണക്ഷൻ ആവും. അത് കഴിഞ്ഞാൽ മോട്ടോർ റൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആ 3 ടെർമിനൽസ് മുകളിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ B'-ഉം Cയും അതുപോലെ A', B പിന്നെ C'-ഉം Aയും തമ്മിൽ കണക്ഷൻ വരും. അപ്പോൾ അതൊരു ഡെൽറ്റ കണക്ഷനായിട്ട് മാറും. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർ കണക്ഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് ഷോർട്ട് സർക്യൂട്ടിൻ്റെ 1/√3 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് റോട്ടർ റിയോസ്റ്റാറ്റ് മെത്തേഡ് സ്ലിപ്പ് റിംഗ് ടൈപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് റോട്ടർ വൈൻഡിങ്സ് സ്ലിപ്പ് റിംഗ്സും ബ്രഷസും വഴി ഒരു എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് ബ്രേക്കിംഗ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. ഈ മെത്തേഡിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിനേക്കാളും ഹയർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ റോട്ടറിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF റിവേഴ്സ് ചെയ്യുകയും പവറും റിവേഴ്സ് ചെയ്യും. അപ്പോൾ പവർ ഫ്ലോ റിവേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ പവർ കൺസ്യൂം ചെയ്യുന്നതിന് പകരം പവർ ഡെലിവർ ചെയ്ത് തുടങ്ങും. അപ്പോൾ അതൊരു ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ മെത്തേഡാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. നെക്സ്റ്റ് വൺ പ്ലഗിങ് ആണ്. പ്ലഗിങ്ങിൽ നമ്മൾ ഏതെങ്കിലും 2 ഫേസസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫേസസ് ഇൻ്റർചേഞ്ച് ആകുമ്പോൾ അതനുസരിച്ച് ടോർക്ക് റിവേഴ്സ് ആവും. എന്നിട്ട് നമുക്ക് അതിന് ശേഷം മോട്ടറിനെ ബ്രേക്ക് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ഡൈനാമിക് ബ്രേക്കിംഗ് ആണ്. ഇതിൽ നമ്മൾ 3 ഫേസ് മോട്ടറിനെ സിംഗിൾ ഫേസ് മോട്ടറായിട്ട് റൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ ഒരു ഫേസ് നമ്മൾ
ഓപ്പൺ ആക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേസ് മറ്റേ ഫേസിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് കോഗിങ് ആണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ ടീത്തും റോട്ടർ ടീത്തും ഫേസ് ടു ഫേസ് വരുമ്പോൾ അവിടെ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് മിനിമം ആവുകയും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ടീത്തുകൾ തമ്മിൽ ലോക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാതെ റൺ ചെയ്യാതെ നിൽക്കും. അതിനെയാണ് നമ്മൾ കോഗിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എഫക്റ്റ് ക്രോളിംഗ് ആണ്. മോട്ടറിൽ ഡിഫറെൻറ്റ് ഹാർമോണിക്സ് ഉണ്ടാവും. 3rd ഓർഡർ, 5th ഓർഡർ, 7th ഓർഡർ അങ്ങനെ പല ഹാർമോണിക്സ് ഉണ്ടാവും. ഇതിൽ 7th ഓർഡർ ഹാർമോണിക്സ് വരുമ്പോൾ അത് ഡോമിനേറ്റ് ചെയ്തിട്ട് മോട്ടറിൻ്റെ സ്പീഡിനെ സിങ്ക്രണസ് സ്പീഡിനെ 1/7 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം മെഷീൻ പതുക്കെ ക്രോൾ ചെയ്യുള്ളൂ. ആ ഒരു ഇഫക്റ്റിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. N = ns × 1 - s. ഫസ്റ്റ് പറയുന്ന മെത്തേഡ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ ആണ്. അതായത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വേരി ചെയ്താൽ നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ ടോർക്ക് കൺസിഡറബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഫ്രീക്വൻസി കൺട്രോൾ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സ്പീഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്പീഡും ഫ്രീക്വൻസിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി വേരി ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി കൺട്രോൾ നമ്മൾ 2 കേസസ് ആയിട്ടാണ് പറയുക. ബിലോ ബേസ് സ്പീഡും അതുപോലെ എബോവ് ബേസ് സ്പീഡും. അപ്പോൾ ബിലോ ബേസ് സ്പീഡാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി കുറയ്ക്കുകയാണ് വേണ്ടത്. ഒരു മെഷീൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഫ്രീക്വൻസി കുറച്ച് കഴിയുമ്പോൾ അവിടെ ഫ്ലക്സ് കൂടിയിട്ട് മെഷീൻ്റെ കോറ് ഡീപ്പ് സാച്ചുറേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബിലോ സ്പീഡ് ഫ്രീക്വൻസീസ് കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ഫ്രീക്വൻസി വേരി ചെയ്യുന്നതോടൊപ്പം വോൾട്ടേജും വേരി ചെയ്തിട്ട് V/F റേഷ്യോ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. സോ ദാറ്റ് ഫ്ലക്സ് ഓൾസോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിലോ സ്പീഡ് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുമ്പോൾ എപ്പോഴും V/F കൺട്രോളാണ് ചെയ്യുക. ഈ V/F കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവേർട്ടേഴ്സാണ്. BSI, CSI അങ്ങനെ സൈക്ലോ കൺവേർട്ടേഴ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജും ഫ്രീക്വൻസിയും വേരി ചെയ്യുന്നത്. ഇനി എബോവ് ബേസ് സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലക്സ് റെഡ്യൂസാണ് ചെയ്ത് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് V/F റേഷ്യോ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എബോവ് ബേസ് സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രീക്വൻസി മാത്രം വേരി ചെയ്യും. ലാസ്റ്റ് വൺ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളാണ്. ഇത് ഓൾറെഡി നമ്മൾ 3rd മൊഡ്യൂളിൽ ടോർക്ക് സ്ലിപ്പ് ക്യാര വരച്ചപ്പോൾ അതിൽ സ്പീഡും റെസിസ്റ്റൻസും വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിലേഷൻ വരുന്നത് എന്നുള്ളത് ഓൾറെഡി അതിൽ പഠിച്ചാണ്. അതിൽ നമ്മൾ കണ്ടിരുന്നു റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ കൺസിഡറബിൾ ആയിട്ട് സ്പീഡും വേരി ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ റോട്ടറിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ അവിടെ നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ പറ്റും.